Good morning, students. Okay, yes, today we are going to start a new lesson. The bubble, the straw and the shoe. You know about bubbles. What is bubble? Yes, എന്താണ് bubble means? എന്താണ് കുമിളകൾ അല്ലേ? കുമിളകൾ നമ്മൾ ഈ സ്ട്രോ ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ബബിൾസ് മ്യൂസിയം നിങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ കാണാറില്ലേ? യു ഹാവ് സീൻ ബട്ട് people making bubbles with straw in a bottle, is it? Okay, that is bubbles. Then next, straw you use to drink juice. Okay, yes, straw. And all of you familiar with shoes? You all know what is shoes? You all wear it. Okay, yes, this is the story about the bubble. They are friends. The bubble, the straw and the shoe, they are friends. Okay, then we can start the lesson. Listen here, all of you take your textbook and listen. Once upon a time there lived a bubble, a straw and a shoe. Who are there? A bubble, a straw and shoe. One day they went into the forest. Where did they go one day? They went to a forest. The three of them went to a forest. They came to a river. They did not know how to cross it. എന്താണ് അവർ എവിടെ വന്നു? They came to a river. ഒരു റിവറിൻ്റെ അടുത്ത് വന്നു. But they did not know how to cross the river. എന്താണ്? നിങ്ങൾ കൊച്ചുകുട്ടികൾ, you are small, you are kids, you don't know how to cross a river without a bridge. അല്ലേ? ബ്രിഡ്ജ് ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു റിവർ ക്രോസ് ചെയ്യും? You people don't know. അതുപോലെ just like that, the three of them did not know how to cross the river. They are in a struggle. They came to a river. They did not know how to cross it. Then the shoe said, first of all, shoe make a suggestion. What? Bubble, let us float on you. എന്തു പറഞ്ഞു? ഷൂ എന്തു പറഞ്ഞു? ഞാൻ നിൻ്റെ പുറത്ത് കയറി പോട്ടോ എന്ന് ചോദിച്ചു. ആരെ? ഷൂ said. ബബിളിൻ്റെ അടുത്ത് എന്തു പറഞ്ഞു? ലെറ്റ് us ഫ്ലോട്ട് ഓൺ യു. നിൻ്റെ പുറത്ത് കയറി ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഒരു ബബിളിൻ്റെ പുറത്ത് കയറി പോയാൽ എങ്ങനെ? ഷൂ കയറി എങ്ങനെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബ്രേക്ക്. ബബിൾസ് എന്താണ്? ബബിൾ ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പൊട്ടി പോകാറ് കണ്ടിട്ടില്ലേ? യെസ്, അതാണ് ബബിളിൻ്റെ സജഷൻ. നോ ഷൂ, ലെറ്റ് സ്ട്രോ സ്ട്രെച്ച് ഹിംസെൽഫ് ഫ്രം വൺ ബാങ്ക് ടു ദ അതർ. വാട്ട് ഈസ് ദ സജഷൻ മെയ്ഡ് ബൈ ഷൂ എന്ത് പറഞ്ഞു? നോ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. എന്ത് പറഞ്ഞു? പറ്റില്ല. ദെൻ ലെറ്റ് സ്ട്രോ സ്ട്രെച്ച് ഹിംസെൽഫ് ഫ്രം വൺ ബാങ്ക് ടു ദി അതർ. എന്താണ്? റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ ഈ കരയിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുന്ന. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? എന്ത് പറഞ്ഞു? സ്ട്രോ ഇങ്ങനെ ബ്രിഡ്ജ് പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ബ്രിഡ്ജ് പോലെ കിടക്കട്ടെ, സ്ട്രോയെ നമുക്ക് ബ്രിഡ്ജ് ആക്കാമെന്ന് പറഞ്ഞു. സ്ട്രോയെ. അപ്പോൾ എന്ത് ചെയ്തു? ദെൻ വി ക്യാൻ ക്രോസ് ദ റിവർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രോയെ ഇങ്ങനെ ബ്രിഡ്ജ് പോലെ ഇട്ടിട്ട് നമുക്ക് റിവർ ക്രോസ് ചെയ്യാമെന്ന്. ഹൂ സെഡ് ദിസ് സജഷൻ? ഷൂ സെഡ് this suggestion. So the straw stretched himself from one bank to the other. How? എങ്ങനെയാണ്? നമ്മൾ കണ്ടിട്ടില്ലേ? ബ്രിഡ്ജ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ പാലം പോലെ ഇങ്ങനെ റിവറിൻ്റെ അവിടെ നമുക്ക് ഒരിടത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടായിരിക്കും റിവറിൻ്റെ അവിടെ. അപ്പോൾ അതുപോലെ സ്ട്രോ എന്ത് ചെയ്തു? ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു. സ്ട്രോയെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. എന്ത് ചെയ്തു? So the straw stretched himself from one bank to the other. When the shoe jumped on the straw, it broke. എന്താണ്? സ്ട്രോക്ക് ശക്തിയുണ്ടോ? ഇല്ല. സ്ട്രോ നമ്മളിങ്ങനെ ഒന്ന് ഒടിച്ചാൽ അത് ഒടിയുന്ന സാധനമല്ലേ? അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. യു ഓൾ നോ വാട്ട് ഇസ് എ സ്ട്രോ. ജ്യൂസ് കുടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, അതാണ് സ്ട്രോ. അപ്പോൾ എന്ത് ചെയ്തു? ഷൂ അതിൻ്റെ പുറത്ത് കയറി എന്ത് ചെയ്യും? ഷൂ വെയിറ്റ് ഉള്ള സാധനമല്ലേ? സ്ട്രോ ഈസ് വെയ്റ്റ്ലെസ്. അപ്പം എന്ത് ചെയ്തു? ഷൂ വെയിറ്റ് ഉള്ള സാധനം അതിൻ്റെ പുറത്ത് കയറുമ്പോൾ സ്ട്രോ എന്ത് ചെയ്തു? ബ്രോക്ക് ഇൻ ടു 2 pieces. രണ്ടായിട്ട് സ്ട്രോ അങ്ങ് ഒടിഞ്ഞു പോയി. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ ഒടിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും? ഷൂ ഫെൽ ഇൻ ടു ദി റിവർ. എവിടെ വീണു? റിവറിലോട്ട് ഷൂ വീണു. It broke. The shoe fell into the water with a loud splash. Splash means with a loud sound. വലിയ സൗണ്ടില്ലേ? ഷൂ എന്ത് ചെയ്തു? വെള്ളത്തിൽ വന്ന് വീണു. നമ്മൾ വലിയ കല്ലൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് എറിയുമ്പോൾ എങ്ങനെയാണ്? വിത്ത് എ ലൗഡ് സൗണ്ട്, ഒരു ലൗഡ് സൗണ്ട് കേൾക്കും. അതുപോലെ ഷൂ എന്ത് ചെയ്തു? വിത്ത് എ ലൗഡ് സൗണ്ട് ഇറ്റ് ഫെൽ ഇൻ ടു ദി റിവർ. ഷൂ വന്ന് എവിടെ വീണു? വെള്ളത്തിൽ വീണു. The bubble shook and shook with laughter and burst with a big bang. Bubble എന്ത് ചെയ്തു? Shook means
തല കുലുക്കുക അല്ലേ. എന്താണ് ബബിളിന് ഭയങ്കര ഹീസ് വെരി ഹാപ്പി. ഹി മെയ്ഡ് ഫൺ ഓഫ് ആരെ തമാശ അടിച്ചു? ഫൺ ഓഫ് ഷൂ വീണതിൽ വളരെ സന്തോഷത്തിൽ ബബിൾ എന്ത് ചെയ്തു? തല കുലുക്കി ചിരിച്ചു. വാട്ട് ഹാപ്പൻ? ദ ബബിൾ ബേഴ്സ്റ്റ് വിത്ത് എ ലൗഡ് ബാങ്, ബിഗ് ബാങ്. ദാറ്റ് മീൻസ് എന്താണ്? ബബിൾ പെട്ടെന്ന് അതങ്ങ് കുലുക്കി ഷേക്ക് ചെയ്ത് നിന്നപ്പോൾ എന്ത് പറ്റി? അത് പെട്ടെന്ന് പൊട്ടി അങ്ങ് പോയി. ബബിൾ അങ്ങ് പൊട്ടി പോയി. അപ്പോൾ ഇതാണ് സ്റ്റോറി പറയുന്നത്. വാട്ട് ഈസ് ദി മോറൽ ഓഫ് ദി സ്റ്റോറി? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? 3 of them are friends. The bubble, the straw and the shoe are friends. But when a danger come, ഒരു ആപത്ത് വന്നപ്പോൾ എന്ത് പറ്റി? ബബിൾ മേക്ക് ഫൺ ഓഫ് ദം അല്ലേ. ബബിൾ അവർ തമാശ അടിച്ചപ്പോൾ എന്ത് പറ്റി? ബബിളിനും എന്ത് പറ്റി? അപകടം പറ്റി. ദാറ്റ് ഈസ് ദി സ്റ്റോറി. ഓക്കെ, hope all of you understand the story. Now all of you take your textbook and listen. Teacher വായിക്കാം. I will read sentence by sentence. You all listen here. ONC means what? Once upon a time there lived a bubble, a straw and a shoe. Okay, you all read with me. Then one day they went into the forest, forest, that is forest. Then they came to a river, river, river. They did not know how to cross it. The shoe said, there is a comma there, you have to pause it. Bubble, let us float on you. ഷൂ പറയുന്നത് കൊണ്ടാണ് അവിടെ എന്താണ് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്നത്. ഈ രണ്ട് ഇങ്ങനെ മുകളിൽ രണ്ട് ഇത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻവെർട്ടഡ് കോമ. ബബിൾ, ലെറ്റ് us float on you. No shoe. What? അവിടെ ഒരു സിമ്പൽ കണ്ടോ? ഒരു ദിസ് ടൈപ്പ് ഓഫ് സിമ്പൽ. എന്താണ്? നോക്കൂ, ഇതിനെ എന്ത് പറയും? ഒരു വരയും ഒരു കുത്തും. അതിനാണ് പറയുന്നത് എന്താണ്? എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ, എക്സ്ക്ലമേഷൻ മാർക്ക്. അത് നമ്മൾ ഒരു അതിശയത്തിൽ പറയുന്ന ഒരു കാര്യത്തിനെയാണ്, അങ്ങനെയുള്ള വരുമ്പോഴാണ് നമ്മൾ എന്തിടുന്നത്? ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നത്. നോ ഷൂ, ലെറ്റ് സ്ട്രാ സ്ട്രെച്ച് ഹിംസെൽഫ് ഫ്രം വൺ ബാങ്ക് ടു ദി അതർ. ഹിംസെൽഫ് മീൻ സ്വന്തമായിട്ട്. then we can cross the river. So the straw stretched himself from one bank to the other. When the shoe jumped on the straw, it broke. The shoe fell into the water with a loud splash, splash, with a loud sound. The bubble shook and shook with laughter and burst with a big bang. Okay, all of you read the lesson sentence by sentence. Parents, please help them to read the lesson. Here, in the end of the story, എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആകുമ്പോൾ എന്താണ്? ആപത്തിൽ സഹായിക്കുന്നവരാണ് ഫ്രണ്ട് അല്ലേ. ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഷൂ വീണപ്പോൾ ബബിളിന് എന്ത് പറ്റി? ബബിള് അവിടെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ബബിളിനും അവിടെ എന്ത് പറ്റി? ബബിളിനും അവിടെ ആപത്ത് സംഭവിച്ചു. അപ്പോൾ നമ്മൾ ഡോണ്ട് മേക്ക് ഫൺ ഓഫ് അതേഴ്സ്. നമ്മൾ ആരെയും ഒരിക്കലും എന്താണ് പുച്ഛിക്കരുത് അല്ലേ, തമാശ പറഞ്ഞ് ചിരിക്കരുത്. ദാറ്റ് ഈസ് ദി മോറൽ ഓഫ് ദി സ്റ്റോറി. ഓക്കെ, ഹിയർ ഐ വിൽ ഗിവ് സം ന്യൂ വേർഡ്സ്. ലിസൺ ഹിയർ. New words. Bubble. Okay, here are some new words for you from this lesson. First one, B-U-B-B-L-E. What is that? How will you pronounce it? Bubble. B-U-B-B-L-E. Bubble. Then second one, S-T-R-A-W. Straw. What is it? S-T-R-A-W. Straw. Then third one, cross. C-R-O-S-S. Cross. What is it? Cross. C-R-O-S-S. Cross. Then fourth one, splash. S-P
S-P-L-A-S-H. What? Splash. S-P-L-A-S-H. Splash. Then, fifth one, shook. S-H-O-O-K. Shook. What? S-H-O-O-K. Shook. Okay. First one, bubble, straw, cross, splash, shook. Okay. All of you write the 5 words in your notebook. Each word 5 times and study the spelling. Okay. Notes will be given later. Okay. Thank you.